മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലും ഒപ്പം തന്നെ വയനാട്ടിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിലെ വോട്ടെടുപ്പിൽ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ അനുസരിച്ച് നീണ്ട തിരക്ക് എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാനാകുന്നു എന്നത് വലിയ ആത്മവിശ്വാസം ഇപ്പോൾ മുന്നണികൾക്കൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്ക് സമ്മാനിക്കുന്നുണ്ട്. തിയോഫിനാണ് ഈ ഒരു ഘട്ടത്തിൽ ചേലക്കരയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നത്. തിയോഫിൻ, 10:30 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 21.98% പോളിംഗ് കടന്നിരിക്കുന്നു. എങ്ങനെ വിലയിരുത്തണം? കവ്യ, വളരെ മികച്ച പോളിംഗ് തന്നെയാണ് ചേലക്കരയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചേലക്കരയിലുള്ള 180 പോളിംഗ് ബൂത്തുകളാണ് ചേലക്കരയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും വളരെ നല്ല തിരക്ക് തന്നെ രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാനായി നിരവധി പേർ എത്തിയിരുന്നു. 6:30യോടുകൂടി തന്നെ ബൂത്തുകളിലേക്ക് ആളുകൾ എത്തി തുടങ്ങി. വരി നിന്ന് ആണ് വോട്ട് രേഖപ്പെടുത്തിയത്. 1-2 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനിൽ ചില തകരാർ കണ്ടതിനെ തുടർന്ന് അല്പസമയം ചിലയിടങ്ങളിൽ പോളിംഗ് വൈകിയെന്ന് മാത്രം. നമ്മളിപ്പോൾ നിൽക്കുന്ന ചേലക്കര SMT ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ബൂത്തുകളുണ്ട്. ഇതിലൊരു ബൂത്തിൽ 79-ാം നമ്പർ ബൂത്തിൽ അല്പസമയം ഇതുപോലെ സാങ്കേതിക തകരാറ് മൂലം പോളിംഗ് വൈകിയിരുന്നു. പക്ഷേ 7:20 തന്നെ പോളിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ചേലക്കര മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും 7:30-ക്ക് മുൻപ് തന്നെ പോളിംഗ് വളരെ കൃത്യമായി തന്നെ ആരംഭിച്ചു. വളരെ സമാധാനപരമായ രീതിയിൽ പോളിംഗ് മുന്നോട്ട് പോവുകയാണ്. 96 പോളിംഗ് ലൊക്കേഷനുകളാണുള്ളത്. ഇതിൽ 96 ലൊക്കേഷനുകളിലായി 180 ബൂത്തുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ 3 ഓക്സിലറി ബൂത്തുകളാണ്. എല്ലായിടത്തും സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിക്കുന്നു. ഇതുവരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു. പരസ്യപ്രചാരണവും അതോടൊപ്പം അതിനുശേഷം ഇന്നലെ ഒരു ദിവസം നേരിട്ട് വോട്ട് നിശബ്ദ പ്രചരണവും ഇതെല്ലാം കഴിഞ്ഞ ചേലക്കര ഇന്ന് പോളിംഗ് ബൂത്തിലാണ്. ചേലക്കര വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഇനിയിപ്പോൾ ഒരു പോളിംഗ് ആരംഭിച്ച് ഒരു 4 മണിക്കൂറോളം ആയിരിക്കുന്നു. ഇനിയുള്ള സമയം ഉച്ച സമയമാണ്. സാധാരണഗതിയിൽ പോളിങ്ങിന് ഒരല്പം കുറവ് വരുന്നൊരു സമയം, ആ തിരക്ക് കുറയുന്ന സമയം. ഇനി ഒരല്പം വെയിലിൻ്റെ ശക്തി കുറഞ്ഞ ശേഷമായിരിക്കും ഇനി കൂടുതൽ തിരക്കുണ്ടാവുക. പക്ഷേ ഇപ്പോഴും നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ വോട്ടർമാർ കാത്തു നിൽക്കുന്നത്. വലിയ തിരക്കാണ് പോളിംഗ് ബൂത്തുകളിലുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 81-ാം നമ്പർ പോളിംഗ് ബൂത്താണ്. ചേലക്കര SMT ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ ബൂത്തുകളിലും. ഇവിടെ മറ്റ് 2 ബൂത്തുകൾ കൂടി മറുവശത്തുണ്ട്, അവിടെയും തിരക്കുണ്ട്. എല്ലാ ബൂത്തുകളിലും വലിയ തിരക്കാണ്. രാവിലെ മുതൽ തന്നെ എല്ലായിടത്തും വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുന്നു. പരമാവധി പേർക്ക്, കാരണം ഇന്ന് പ്രാദേശിക അവധി കൂടി നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നുണ്ട്. തുടർന്ന് രാവിലെ എത്താൻ കഴിയാത്തവർ, എന്തെങ്കിലും മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കായി പോകേണ്ടവരൊക്കെ ഉച്ചയ്ക്കോ അത് കഴിഞ്ഞോ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും. എന്തായാലും വൈകുന്നേരം വരെ ഈ തിരക്ക് തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പ്രചാരണത്തിൽ ഇടതുമുന്നണി ഇതുവരെ നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ 28 വർഷത്തോളമായി ഈ ചേലക്കരയിൽ നിന്ന് വിജയിച്ച ഇടത് ജനപ്രതിനിധികൾ ചേലക്കരയ്ക്ക് നൽകിയ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള വികസനങ്ങൾ അതുതന്നെ മുന്നോട്ട് വെച്ചായിരുന്നു ഇടതുമുന്നണിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ. പക്ഷേ ഈ വികസനം ചർച്ച ചെയ്യാൻ കഴിയാതെ പോയ എതിരാളികൾ മറ്റു പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനശ്രദ്ധ തിരിക്കുക, അതായത് ഈ വികസനം ചേലക്കരയിലെ ജനങ്ങൾ അവർക്ക് ലഭിച്ച ആ വികസനം അവരുടെ ശ്രദ്ധയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി മറ്റു വിഷയങ്ങൾ കടത്തി വരിക, വൈരാഗ്യ രാഷ്ട്രീയം ഉണ്ടാക്കുക, വർഗീയത കലർത്തുക, അതിനുള്ള ശ്രമങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഈ പറഞ്ഞ 25-26 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ചേലക്കരക്കാർ ഏറ്റെടുത്തിട്ടില്ല. അവരുടെ ആ ഒരു ഗ്രാമീണ മനസ്സ്, ഐക്യത്തോടു കൂടിയുള്ള മനസ്സ്, അവർ ഒറ്റക്കെട്ടായി തന്നെ ചേലക്കരയിൽ എന്ത് കിട്ടി എന്നത് അറിയാവുന്ന ആ ഇടത് മനസ്സ് ഇടതിനൊപ്പം തന്നെ നിൽക്കുമെന്ന് സ്ഥാനാർത്ഥി UR പ്രദീപും കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇടതുമുന്നണിക്ക് മണ്ഡലത്തിലുള്ളത്. പക്ഷേ ഒരു വാശിയേറിയ മത്സരത്തിലൂടെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്ന നിലയിലാണ് UDF. അത്തരം കാഴ്ചകളും നമ്മളിവിടെ കണ്ടു. മാധ്യമങ്ങൾ അവരെ വഴിതെറ്റിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം അതും കണ്ടു. അതോടൊപ്പം തന്നെ വർഗീയത പ്രചരിപ്പിക്കാനുള്ള ചില നീക്കങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലും ചേലക്കരയെ, ഒരുപക്ഷെ ചേലക്കരയിൽ നിന്ന് ഇടതുമുന്നണിയുടെ ജനപ്രതിനിധികൾ ഉണ്ടാവാതിരിക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തി നോക്കി. പക്ഷേ അതൊന്നും വിലപ്പോയിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അംഗീകരിച്ച ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെ നേരത്തെ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 5 വർഷത്തോളം ചേലക്കരയെ പ്രതിനിധീകരിച്ച UR പ്രദീപാണ് ചേലക്കരയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണെന്ന് ജനങ്ങൾ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറം K. രാധാകൃഷ്ണനും UR പ്രദീപിനും ലഭിച്ചിട്ടുള്ള ഒരു ജനപ്രീതി, ആ പങ്കാളിത്തം, അവർ 2 പേരെയും, അതായത് K. രാധാകൃഷ്ണൻ്റെ പിൻഗാമിയായി തന്നെ അതേപോലെ തന്നെ അവർ സ്വീകരിച്ച് ഏറ്റെടുത്തിട്ടുള്ള ആളാണ് UR പ്രദീപ്. ആ നിലയിൽ തന്നെ സ്വീകരിച്ച് അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ളൊരു ശ്രമം, അത് വിജയിക്കുമെന്ന് തന്നെയാണ് ഈ വോട്ടർമാരും പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ. പലയിടത്തും സ്ഥാനാർത്ഥികൾ ചെല്ലുമ്പോൾ, ഈ പ്രവർത്തകർ ചെല്ലുമ്പോൾ എല്ലാം അവർക്ക് ലഭിച്ച ഈ ജനങ്ങളിൽ നിന്ന് ലഭിച്ച മറുപടികൾ, അവരുടെ പ്രതികരണങ്ങളെല്ലാം അത്തരത്തിൽ തന്നെയായിരുന്നു. എന്തായാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ UR പ്രദീപിനെ ജനം ഏറ്റെടുത്തിരിക്കുന്നു. കാവ്യ.
വലിയ തോതിലുള്ള സ്വീകാര്യത മണ്ഡലത്തിൽ ഉണ്ട്. ആ നിലയിൽ സുനിശ്ചിതമായ വിജയം ഉണ്ടാകുമെന്നതായിരുന്നു നേരത്തെ തിയോഫൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥി UR പ്രദീപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വോട്ട് സമ്മതിദാന അവകാശം വിനിയോഗിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ നിലയിൽ ചേലക്കര ഒന്നാകെ പ്രതികരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോഴുണ്ട്. നേരത്തെ സംവിധായകൻ ലാൽ ജോസ് വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതും വളരെ ശ്രദ്ധേയമാണ്. ചേലക്കരയിൽ മികച്ച വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം എന്നൊന്ന് ഇല്ല. അപ്പോൾ ആ നിലയിലുള്ള പ്രചാരണങ്ങളൊക്കെയും തച്ചുടച്ചുകൊണ്ടുള്ള ഒരു വിധിയെഴുത്ത് അത് ചേലക്കരയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.